ശശികുമാർ അതൊരു ഏർലി ബേർഡായിരുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വരികയും അദ്ദേഹം ആ രംഗത്ത് വിജയിക്കുകയും അതിൽ നിന്ന് സാമാന്യം 400 കോടി രൂപ മറ്റുമാണ് അത് വിറ്റതെന്നാണ് ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നത്. ഞാൻ അതിൽ കുറവ് പറയാൻ തയ്യാറാണ്. ശത്രുക്കൾ അങ്ങനെയാണ് പറഞ്ഞു വരുത്തുന്നത്. പക്ഷെ ഞാൻ അതിനകത്ത് ഇപ്പൊ 300 ആയാലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പോ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മത്സരമാണ്. നാളെ ഇതും പോകും. ഇനി ഒരു കാര്യമുണ്ട്. ഇപ്പൊ സിനിമയെ കുറിച്ച് ശശികുമാർ കൂടെ പറഞ്ഞു. ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാൻ ഈ ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളും ഒരുമിച്ച് വിചാരിച്ചാൽ പോലും നടക്കില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം സൂപ്പർ സ്റ്റാറുകളെ സൃഷ്ടിച്ചിരുന്നത് കൊട്ടകകളാണ്. സിനിമ കൊട്ടക എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അവരാണ് MGR സ്ക്രീനിൽ വരുമ്പോൾ വിസലടിച്ച് നൃത്തം ചെയ്തുകൊണ്ട് MGRനെ സൃഷ്ടിച്ചെടുത്തത്. ഇപ്പൊ അത് മാറി. ഇപ്പൊ സ്ക്രീനാണ് വരുന്നത്. 50-60 പേരായിരിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം അടക്കം എല്ലാത്തിനും ഭയങ്കര പൈസ ആയതുകൊണ്ട് അവിടെ നമുക്കിപ്പോൾ മരുന്ന് കഴിക്കണമെങ്കിൽ തന്നെ അവരുടെ അനുവാദം കൊണ്ട് മാത്രമേ അതിനകത്ത് കയറാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടും ഇനി അങ്ങനെയുള്ളൊരു ഓഡിയൻസിലൂടെ ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ഒരു മമ്മൂട്ടിക്കോ ഒരു മോഹൻലാലിനോ ഒക്കെ ഒന്ന് ഇനി ഒരു വരുന്ന തലമുറയിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. നേരത്തെ പറഞ്ഞ രീതിയിൽ സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് വരെയാണ്. അവരാണ് താരങ്ങളായിട്ട് വരുന്നത്. വേറൊരു തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിലുള്ളൊരു മാറ്റം വിനിമയ രംഗത്തുണ്ട്. ഇത് സംഭവിക്കും. ഇതിനെ നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല. ആ രംഗത്ത് വരുന്ന ഏതൊരാളും ആ രംഗത്തെ കുത്തകയാകാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും. മൈറ്റ് ഈസ് റൈറ്റ് എന്നാണ് അവിടുത്തെ സിദ്ധാന്തം. കയ്യൂക്കിന്റെ ബലത്തിൽ തന്നെ നിൽക്കും. അത് ബുദ്ധിയുടെ കയ്യൂക്കാകാം, പണത്തിന്റെ കയ്യൂക്കാകാം, മറ്റെന്തിൻ്റെയെങ്കിലും കയ്യൂക്കാകാം. അതുകൊണ്ട് തൻ്റെ സ്ഥാപനത്തെ 1ാം നിരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം തുടരുക തന്നെ ചെയ്യും. അതിൽ വിജയിക്കുന്നവരും തോൽക്കുന്നവരും സ്വാഭാവികമായി ഉണ്ടാകും.